തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തിരുവനന്തപുരം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യം കൂടി തിരുവനന്തപുരത്ത് വന്നതോടുകൂടി തിരുവനന്തപുരം തിരഞ്ഞെടുപ്പ് കളം അങ്ങ് ഉഷാറാകുകയാണ്. ഇന്നലെ വിമാനത്താവളത്തിൽ നിന്നുണ്ടായ ആ ഒരു സ്വീകരണ പരിപാടി അത് എൻ.ഡി.എക്ക് തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് വിളിച്ചോതുന്നതായിരുന്നു അല്ലേ? ഉമേഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം എന്താണ് എൻ.ഡി.എ തലസ്ഥാനത്ത് എന്നുള്ളത് ഊട്ടിയുറപ്പിക്കുന്നത് കൂടിയായിരുന്നു ഇന്നലത്തെ ആ ഒരു ആഘോഷം. ഒപ്പം തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുടെ വരവേൽപ്പ് അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് അനന്തപുരിക്ക് സമ്മാനിച്ചിട്ടുമുള്ളത്. ഇന്നലെ വൈകിട്ട് 6:30 കൂടിയാണ് ബംഗളൂരുവിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അവിടെ മുതൽ തുടങ്ങിയ സ്വീകരണം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. കുമ്മനം രാജശേഖരനുണ്ട്. അങ്ങനെ പ്രമുഖരായ നേതാക്കന്മാർ, വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് തിരുവനന്തപുരത്തിന്റെ അനന്തപുരിയുടെ വരാൻ പോകുന്ന നായകനെ സ്വീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം റോഡ് ഷോ ആയിരുന്നു. റോഡ് ഷോ നേരെ തിരുവനന്തപുരത്തെ ജില്ലാ ഓഫീസിലാണ് സമാപിച്ചത്. പക്ഷേ അതിനും മുൻപ് പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയിരുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ആവേശം അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കുന്ന എൻ.ഡി.എയുടെ ഒക്കെ ഒരു എ ക്ലാസ് മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം എന്നുള്ളത്. കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളൊക്കെ നമ്മൾ കണ്ടതുമാണ്. അത്രയധികം വോട്ട് ഷെയർ തിരുവനന്തപുരത്ത് ബി.ജെ.പിക്കും എൻ.ഡി.എക്കും ഒക്കെ ഉണ്ട്. സ്വാഭാവികമായും ഒരു കേന്ദ്രമന്ത്രി തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് മത്സരത്തിന് എത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കൂടുതൽ തിരുവനന്തപുരത്തേക്കും കേരളത്തിലേക്കും ഒക്കെ എത്തിക്കാൻ, മോദിയുടെ ഗ്യാരണ്ടി ഉറപ്പാക്കാൻ കൂടിയുള്ള ഒരു സ്ഥാനാർത്ഥി അതുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം ഇന്നലെ ജനം ടിവിയോട് പ്രതികരിച്ചപ്പോഴും പറഞ്ഞത് അത്തരത്തിൽ തന്നെയാണ്. മോദിയുടെ ഗ്യാരണ്ടിക്കൊപ്പം എൻ്റെ ചില ഗ്യാരണ്ടികൾ കൂടി ഞാൻ തലസ്ഥാനത്ത് നടപ്പിലാക്കും, അതിന് വിജയിപ്പിക്കണം, അല്ലെങ്കിൽ അതിനൊരു അവസരം നൽകണം എന്നുള്ളതാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 7:45 പഴവങ്ങാടി ക്ഷേത്രത്തിൽ ക്ഷേത്ര ദർശനം നടത്തും. തൊട്ടു പിന്നാലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനമുണ്ട്. അതിനുശേഷം ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ ഒരു പ്രത്യേക പരിപാടി, കേന്ദ്ര സർക്കാരിന്റെ ഒരു പരിപാടി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം മുഴുനീള പ്രചാരണ രംഗത്തേക്ക് കൂടി അദ്ദേഹം എത്തുകയാണ്. എന്തായാലും ശക്തരായ 3 സ്ഥാനാർത്ഥികൾ കൂടിയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അണിനിരന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം തന്നെ പ്രചാരണ ചൂടും ഇന്നു മുതൽ തലസ്ഥാനത്ത് കൊഴുക്കുകയാണ്. അനന്തപുരി അക്ഷരാർത്ഥത്തിൽ മുഴുവൻ ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ തീയതി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ആ തീയതി പ്രഖ്യാപനത്തിന് മുൻപേ കളം നിറഞ്ഞ് 3 സ്ഥാനാർത്ഥികളും വലിയ രീതിയിലുള്ള ശക്തമായ ഒരു പ്രചാരണമാണ് ആദ്യ ലാപ്പിൽ അവർ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നു മുതൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി കൂടി സജീവമായി പ്രചാരണ രംഗത്തുണ്ടാകും. സ്ഥാനാർത്ഥി എത്തിയതോടുകൂടി പ്രവർത്തകർക്കും വലിയ രീതിയിലുള്ള ഒരു ആവേശം ഉണ്ടായിട്ടുണ്ട്. ഉമേഷ്, എന്തായാലും തലസ്ഥാന നിയോജകമണ്ഡലമൊക്കെ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറുകയാണ്. ഒപ്പം ഇന്ന് അറ്റിങ്ങലിൽ സിദ്ധാർത്ഥൻ്റെ നീതി വേണം, CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ സത്യാഗ്രഹ സമരവും ആരംഭിക്കുകയാണ്. ശാലിയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.